വീട്ടിൽ വെറുതെ ഇരുന്നപ്പാ കൊടുങ്ങല്ലൂർ വരണിക്കൂട്ട് അവിടെ ചെന്നപ്പോ ഒടുക്കത്തെ തിരക്ക്. അങ്ങനെ തിരക്കിന്റെ ഇടയിൽ കൂടെ നടന്നപ്പാ ദേവൻ ഒരു ടീം വാളായിട്ട് വെല്ലുമണി കൊടുക്കത്തെ തുള്ളലാണ് തലയെ കടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരം അത് കണ്ടു നിന്നു. എന്നിട്ട് നേരെ അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് പോയി. ഭരണകാരൻ അമ്പലത്തിന്റെ മൊത്തം ആംബിയൻസും പോയി. പോരാത്തിന് പൊടിയും ചൂടും. ഇത് കണ്ടപ്പോൾ ഭരണ ഡിസംബറിലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയി. ഇതാണെങ്കിൽ ഉമ്മാരൊക്കെ തെറിയും കേൾക്കണം, ചൂടും സഹിക്കണം. ഇവിടുത്തെ മെയിൻ കോമഡി എന്താന്ന് വെച്ചാൽ ഇവിടെ വന്ന് തെറി പറയുന്ന ആൾക്കാരൊന്നും ഇവിടുത്തെ നാട്ടുകാരല്ല. പക്ഷേ എന്റെ ഫുള്ള് ചീത്തപ്പേരി ഇവിടുത്തെ നാട്ടുകാരിക്കാണ്. അങ്ങനെ ഞാൻ കുറച്ചു നേരം അവരുടെ തെറിയൊക്കെ കേട്ടുന്നു. എന്ത് രസമുള്ള തെറിയല്ലേ, കേൾക്കാൻ തന്നെ ഒരു താളുണ്ട്. ഭരണനാളി കൊടുങ്ങല്ലൂരമ്മക്ക് തെറി കേൾക്കുന്നതാണ് ഇഷ്ടമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇമ്മാതിരി തെറി കേട്ടിട്ട് കൊടുങ്ങല്ലൂരമ്മ എങ്ങനെ സന്തോഷിക്കണം? അമ്മാതിരി തെറിയാണ് ഉമ്മാരൊക്കെ പറയണത്. അവിടെ നിന്ന് ഞാൻ നേരെ ചായക്കടയിലേക്ക് വിട്ടു. അങ്ങനെ ചായ കുടിച്ച് ഞാൻ നേരെ അമ്പലത്തിന്റെ അടുത്തേക്ക് വിട്ടു. അപ്പൊ ദേവന്നൊരെണ്ണം ചോരയെ കുളിച്ച്. അത് കണ്ടപ്പോ എന്റെ കിളി പോയി. ഞാൻ നേരെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോ ഒരുത്തന്റെ മെസ്സേജ്. അത് ഓപ്പൺ ആക്കി നോക്കിയപ്പോ ഇതിപ്പോ അവിടെ എന്തെറി ഇവിടെ എന്തെറി ആകെ ഇന്നത്തെ ദിവസം പോയി.